മച്ചാമാരെ നമ്മളെ ഇന്നലെ വലയിട്ട് നമുക്ക് കുറച്ച് കരിമീൻ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ മൊബൈൽ വെള്ളത്തിൽ പോയി. അപ്പോൾ ആ വീഡിയോ ഒന്നും അങ്ങോട്ട് പ്ലേ ആകുന്നില്ല. അപ്പം നമ്മൾ വീട്ടിൽ വന്ന് നമ്മളത് കൊണ്ടുപോകുന്ന വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ ഭാര്യയുടെ മൊബൈലിൽ നമ്മളിപ്പം വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മളിപ്പം നേരെ രാജപുരത്ത് കൊണ്ടുപോയി കൊടുക്കാവുന്നോർത്ത് പോവാണ്. അവിടെ ഒരു കച്ചവടക്കാരനുണ്ട്. അവർ മീനൊക്കെ എടുത്ത് നേരെ ചങ്ങനാശ്ശേരി കൊണ്ടുപോയി കച്ചവടം ചെയ്യുന്ന പാർട്ടികളാണ്. അപ്പോൾ ഇതൊരു വട്ടക്കാരാണ്, നമ്മുടെ വീടിന് മുന്നിൽ കാണുന്ന ഒരു വട്ടക്കാരത്. അപ്പോൾ ഇതിനകത്തിപ്പം പോളയൊക്കെ ഉണ്ട്, അത്യാവശ്യം പോളയൊക്കെ കയറി കിടപ്പുണ്ട്. കണ്ടോ, അങ്ങോട്ട് മാറി ഇനിയും കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടോട്ട് പോയി കഴിയുമ്പോഴത്തേന് കടകലൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ രാജപുരം കായൽ. കണ്ടോ, ഇത് കണ്ടോ, കടകല നല്ല അടിപൊളി പുല്ലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കാൻ വന്ന സ്ഥലമെത്തി. നമ്മളെ മീൻ കൊടുക്കാൻ കണ്ടോ, ഇതാണ് ഇവിടെ മീൻ എടുക്കുന്നതാണ്. ഇവർ ചങ്ങനാശ്ശേരിയിലാണ് കച്ചവടം ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ വെളുപ്പിനെ കൊണ്ടുപോയി കൊടുക്കും. അപ്പം നമുക്കിപ്പം നമ്മുടെ ഇവിടെ കൊടുത്തിട്ട് പോകും. അപ്പോൾ ഇവരിത് ഐസ് ചെയ്ത് വെക്കും. ഐസ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ വെളുപ്പിനെ 5 മണിക്ക് എങ്ങാണ്ട് ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ കയറണമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം വെളുപ്പിനെ ഇവർ ഇത് കൊണ്ട് പോകും. അപ്പം നമുക്കിപ്പം കിട്ടിയ കരിമീൻ ഇത്ര ഉണ്ട്. അതിപ്പോൾ എത്ര കിലോ ഉണ്ടെന്നൊക്കെ നമുക്ക് തൂക്കെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനിപ്പം നമ്മൾ തിരിയണം. കാരണം 150 ഗ്രാമിൻ്റെ മേളിലുള്ളതിന് 400 രൂപയും പിന്നെ അതിൽ ചെറുതിന് 250 രൂപ പ്രകാരമാണ് ഇവർ എടുക്കുന്നത്. കാരണം ഇവർ കച്ചവടക്കാരാണല്ലോ. അപ്പോൾ ഇവരുടെ ലാഭം എടുക്കും. കാരണം ഇവർക്കും ചിലവുണ്ടല്ലോ. ഒന്നാമത് ഐസ് വേണം, പിന്നെ കൊണ്ടുപോകാനുള്ള ചിലവ്, അങ്ങനെ ഇവരുടെ ചിലവ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്നാണെങ്കിലും 400 രൂപയും 250 രൂപയും കിട്ടും. പക്ഷേ നമ്മൾ നേരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ പൈസ കിട്ടും. പക്ഷേ നമുക്ക് നേരിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസൊക്കെ എടുത്ത് പിന്നെ ഇവിടുന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റിലും അല്ലെങ്കിൽ ആലപ്പുഴ മാർക്കറ്റിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനെ പോകണം. വെളുപ്പിനെ ചങ്ങനാശ്ശേരിയിലാണെങ്കിലും ആലപ്പുഴയിലാണെങ്കിലും വെളുപ്പിനെ 5 മണിക്ക് മുന്നേ മാർക്കറ്റിൽ കയറണം. ഇത് കണ്ടോ, ഇത് 150 ഗ്രാമിൻ്റെയാണ് മേലോട്ടുള്ളതാണ് ഇങ്ങോട്ട് മാറ്റിയിടുന്നത്. മറ്റതൊക്കെ ചെറുതാണ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഈ 150 ഗ്രാമിന് മേലോട്ടുള്ളതിന് 400 രൂപയും മറ്റേതിന് 250 രൂപയാണ് അവർ നമുക്ക് തരുന്നത്. അവിടെ മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് കൊടുക്കും നമുക്കറിയാൻ പറ്റത്തില്ല. എന്നാലും ചങ്ങനാശ്ശേരി മാർക്കറ്റ് നമ്മൾ പോയിട്ടില്ല. പിന്നെ ആലപ്പുഴ മാർക്കറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വെളുപ്പിനെ പോകണം. അപ്പോൾ നമ്മൾ വെളുപ്പിനെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഐസ് അങ്ങനെ കിട്ടത്തില്ല. ഒന്നെങ്കിൽ ആലപ്പുഴയിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് പോകണം. ഇവിടെ രണ്ടിടത്തും പോയെങ്കിൽ നമുക്ക് ഐസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ പോക്കുവരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കളിച്ചെന്ന് പറയാൻ, നമ്മൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 മണിക്കൂർ, 3-4 മണിക്കൂർ എടുക്കും ഐസൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന്. അപ്പോൾ അത് കാരണം നമുക്ക് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ രാജപുരത്ത് കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുമരകം കൊണ്ടുപോകും. പക്ഷേ ഇപ്പോൾ ഇന്ന് കുമരകത്തോട്ട് കൊണ്ടുപോയില്ല. കാരണം സമയം 3-3:30 കഴിഞ്ഞ്. രണ്ടാമത് എന്നാന്ന് ചോദിച്ചാൽ ചെറിയ മഴക്കാറും ഒക്കെ ഉണ്ട്. ഇപ്പം പെട്ടെന്ന് തിരിച്ചു പോവുകയും ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കാം. ഇവിടെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പം എത്ര കിലോ ഉണ്ടെന്നും എന്നാ പൈസ ഇപ്പം നമുക്കറിയാമല്ലോ, 400 രൂപയും പിന്നെ 250 രൂപയും. അപ്പം ഇവരിത് വെളുപ്പിനെ രാവിലെ ചങ്ങനാശ്ശേരിയിലാണ് മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഇതുവരെയായിട്ട് നമ്മൾ പോയിട്ടില്ല. വേറൊന്നുമല്ല, ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു 4 മണിക്കൂർ മേളിൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വള്ളത്തെ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ. അല്ല പിന്നെ കാവാലത്തിൽ നിന്ന് അവിടുന്ന് ഓട്ടോ എല്ലാം വിളിക്കണം. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും. ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലൊന്നും കിട്ടത്തില്ല. അപ്പം ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 1 ലിറ്റർ പെട്രോളിൻ്റെ ചിലവേ വരുന്നുള്ളൂ. പക്ഷേ പൈസ ശകലം കുറവായിരിക്കും. പൈസ എന്ന് പറഞ്ഞാൽ 400-ഉം 250 രൂപയെ കിട്ടത്തുള്ളൂ. അങ്ങനൊരു വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് തൂക്കുമ്പം എത്ര കിലോ നമുക്ക് കിട്ടിയെന്നറിയാം. അപ്പം ചെറുത് തന്നെ ആദ്യം തൂക്കുന്നേ. കൊട്ടയൊക്കെ 0 ചെയ്തിട്ടാണ് നമ്മൾ തൂക്കുന്നത്. 9 ചില്ലറയുണ്ട്, 9-20, 9 കിലോ കൂട്ടാം. കൊട്ട നമ്മൾ മൈനസ് ചെയ്തായിരുന്നു. അപ്പോൾ 9 കിലോ ചെറുത്. ഇനി 150 ഗ്രാമിൻ്റെ ഉള്ളത് എത്രയാണെന്ന് നോക്കാം. അതൊരു 4-5 കിലോ കാണുമായിരിക്കാം.
ഇപ്പം ഇതായിരുന്നു ഇത്രയും 150 ഗ്രാമിന് മുകളിലോട്ടുള്ളതായിരുന്നെങ്കിൽ നമുക്ക് പൈസയാണ് ശരവണം പൈസ കിട്ടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ്, നമുക്ക് അത്ര കിട്ടുള്ളൂ. ഇത് 5 കിലോ 5400 കാണാമോ, 5400. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ, കണ്ടോ, 5400. അപ്പം നമ്മൾ മീനൊക്കെ കൊടുത്ത് പൈസ എത്ര കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ 9 കിലോയും 5 കിലോയും കണ്ടോ. അപ്പോൾ നേരെ സന്ധ്യയായി വരുവാണ്. അതുപോലെ തന്നെ മഴക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വിട്ടു പോവാണ്. ഇവിടെ തന്നെ 10 മിനിറ്റ് ഓടിക്കഴിഞ്ഞ് നമ്മുടെ വീടെത്തി. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടോ, നേരെ സന്ധ്യയായി വരിക. സന്ധ്യ എന്ന് മാത്രമല്ല, നല്ല മഴക്കാറുണ്ട്. അതുകൊണ്ടാണ് മഴക്കാർ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോളായിരിക്കും. കോളെന്ന് പറഞ്ഞാൽ അറിയാമല്ല, ഭയങ്കര തിരയൊക്കെ ആയിരിക്കും, പണിയാണ്. അതാണ് വിഷയം. അപ്പോൾ നമ്മൾ നേരെ വിട്ടുപോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.